ഈ ഒരു കഥ ഇങ്ങനൊരു കാട്ടിലെയാണ്. അവിടുത്തെ സിംഹരാജാവ് അവിടുത്തെ മൃഗങ്ങളെ കാത്തു രക്ഷിക്കുന്നതിന് പകരം സ്വന്തം കാട്ടിലെ മൃഗങ്ങളെ കൊന്നു തിന്നുമായിരുന്നു. ഈയിടയ്ക്ക് അവന് വേട്ടയാടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പ്രായമേറിയത് കൊണ്ടും അസുഖവും കാരണം എനിക്കിപ്പോൾ വേട്ടയാടാൻ കഴിയുന്നില്ല. ഇനി കുറച്ച് ബുദ്ധി ഉപയോഗിച്ച് വേട്ടയാടിയേ മതിയാവൂ. അപ്പോ ഒരു മുയലിനെ കണ്ട് സിംഹരാജാവ് പറയും, അല്ല മുയലേ, നീ ചോക്ലേറ്റ് കഴിക്കുന്നോ? അയ്യോ പേടിക്കണ്ട, ഞാൻ നിന്നെ ഒരിക്കലും കൊല്ലില്ല. ഞാൻ നിന്റെ അച്ഛന്റെ സുഹൃത്താണ്. അങ്ങന്റെ അച്ഛന്റെ സുഹൃത്താണോ അങ്കിൾ? അതെ, ഞങ്ങൾ രണ്ടും വളരെ അടുത്ത സുഹൃത്തുക്കളാ. അങ്കിൾ, അങ്ങന്റെ അച്ഛനെ എത്ര ദിവസം മുമ്പാണ് കണ്ടത്? ഇന്നുകൂടി കണ്ടതേ ഉള്ളൂ ഞങ്ങള്. മാത്രമല്ല ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും ചെയ്തു. അങ്കിളെ, ഇന്ന് രാവിലെ കണ്ടെന്നാണോ അങ്കിള് പറയുന്നത്? എൻ്റെ അച്ഛൻ മരിച്ചു പോയിട്ട് 10 വർഷം കഴിഞ്ഞല്ലോ. അപ്പോ നീ നമ്മുടെ ഗിരിധരന്റെ മകനല്ലേ? അങ്കിളെ, എനിക്കറിയാം അങ്കിള് നുണയൊക്കെ പറഞ്ഞ് എന്നെ അങ്കിളിന്റെ അടുത്തേക്ക് വിളിച്ചെന്നെ വേട്ടയാടാനാ ശ്രമമെന്ന്. പക്ഷേ ഞാൻ അങ്കിളിന്റെ അടുത്തേക്ക് ഒരിക്കലും വരില്ലല്ലോ. ഇത്രയും പറഞ്ഞ് മുയൽ അവിടെന്ന് ഓടിപ്പോകും. അസുഖം വന്നതിന് ശേഷം ഒരു കൊച്ചു മുയലിനെ പോലും കൊല്ലാൻ പറ്റുന്നില്ല. ഇങ്ങനെ പോയാൽ എന്തായാലും ഞാൻ പട്ടിണി കിടന്ന് ചാവും. വയ്യാതിരിക്കുന്ന സിംഹരാജാവ് അസുഖം ഒന്ന് മാറ്റാനായി ഡോക്ടറിനെ വിളിപ്പിക്കും. മഹാരാജൻ, അങ്ങയുടെ അസുഖം പെട്ടെന്ന് മാറണമെങ്കിൽ ഒരു കാര്യം ചെയ്തേ പറ്റൂ. എന്ത് കാര്യം? പെട്ടെന്ന് പറയൂ. ഇന്ന് വരെ അങ്ങ് ദിവസവും വ്യത്യസ്ത തരം ജീവികളല്ലേ കഴിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്നു മുതൽ അങ്ങ് ദിവസവും ഒരു ജീവിയുടെ ഭക്ഷണം മാത്രമേ കഴിക്കാവൂ. എന്നുവെച്ചാൽ അതിനർത്ഥം അങ്ങ് രാവിലെ ഏത് ജീവിയാണോ ഭക്ഷിക്കുന്നത് അതേ ജീവിയെ തന്നെ രാത്രിയിലും ഭക്ഷിക്കണമെന്ന്. എന്നാൽ അടുത്ത ദിവസം എനിക്ക് മറ്റൊരു ഇനത്തിൽപ്പെട്ട ജീവിയെ ഭക്ഷണം കഴിക്കാമല്ലോ അല്ലേ? അതെ, എന്നാൽ ആ ദിവസം ആ ജീവിയെ മാത്രമേ ഭക്ഷിക്കാൻ പറ്റൂ. അങ്ങനെയെങ്കിൽ അങ്ങയുടെ അസുഖം ഭേദമാവുന്നതാണ്. ഇത്രയും പറഞ്ഞ് ഡോക്ടർ മരുന്ന് കൊടുത്തിട്ട് അവിടെ നിന്ന് പോകും. സിംഹരാജാവ് നോക്കുമ്പോ ആ വഴി ഒരു മാൻ നടന്നു പോകുന്നു. ഇന്ന് ഈ മാനിനെ കഴിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ നല്ല രസമായിരിക്കും. അതിനെ ഒന്ന് വിളിച്ച് സിംഹരാജാവ് പറയും, അതേ പെൺമാനെ, ഒന്നിങ്ങോട്ട് വരുമോ? അതെ, നിന്നെക്കൊണ്ട് എനിക്ക് ചെറിയൊരു കാര്യമുണ്ട്. സിംഹരാജാവേ, ഞാൻ നിന്റെ കുഴിയിൽ വീഴാൻ പോകുന്നില്ല. എനിക്കറിയാലോ, മൃഗങ്ങളെയൊക്കെ ഇതുപോലെ വിളിപ്പിച്ച് ഭക്ഷിക്കാനുള്ള പരിപാടിയല്ലേ. മാൻ പോലും സിംഹരാജാവിന്റെ കുരുക്കിൽ വീണില്ല. ഇതൊക്കെ കണ്ട് സിംഹരാജാവ് ആലോചിച്ചു, എനിക്കിനി ഒരു ജീവിയെയും കിട്ടില്ലേ? എന്ത് ചെയ്യുന്നൊരു പിടിയും കിട്ടുന്നില്ലല്ലോ. അപ്പോഴാണ് സിംഹരാജാവ് ബുദ്ധിയുള്ള കുറുക്കനെ ആലോചിക്കുന്നത്. കുറുക്കനെ അവൻ വിളിപ്പിക്കും. പറഞ്ഞോളൂ മഹാരാജൻ, എന്നെ എന്തിനാ വിളിച്ചത്? ചെന്നായേ, ഇപ്പൊ എനിക്ക് വയസ്സായി. മറ്റാരെങ്കിലും രാജാവായി വാഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നിനക്ക് ഈ കാട്ടിലെ രാജാവാകാൻ ആഗ്രഹമുണ്ടോ? സിംഹരാജാവ് ഇത് പറഞ്ഞത് കേട്ട് കുറുക്കൻ ആകപ്പാടെ ഞെട്ടിപ്പോയി. തീർച്ചയായും. ഒരവസരം കിട്ടിയാൽ ഈ കാട് ഭരിക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. പക്ഷേ അതിനുവേണ്ടി ഒരു പരീക്ഷ എനിക്ക് നടത്തേണ്ടതുണ്ട്. പരീക്ഷയോ? എന്ത് പരീക്ഷ മഹാരാജൻ? വരുന്ന കുറച്ച് ദിവസത്തേക്ക് നീ എനിക്ക് ദിവസവും 3 ജീവികളെ കൊണ്ടുവന്ന് തരണം. പക്ഷേ ഒരു കാര്യം ഓർക്കണം, ആ 3 മൃഗങ്ങളും ഒരിനത്തിൽപ്പെട്ടതായിരിക്കണം. സിംഹാസനം കയ്യിലാക്കാൻ വേണ്ടി എന്ത് സിംഹരാജാവ് പറഞ്ഞാലും അവൻ കേൾക്കും. കുറുക്കൻ ഒരു വഴി പോവുകയായിരുന്നു. അപ്പോഴാണ് 3 പശുക്കളെ അവൻ കാണുന്നത്. കസേരയ്ക്ക് വേണ്ടി നേതാക്കളെല്ലാം ജനങ്ങളെ വിഡ്ഢികളാക്കുന്നു. അതുകൊണ്ട് ഞാനും ചില കള്ളങ്ങളൊക്കെ പറഞ്ഞ് ഈ പശുക്കളെ സിംഹരാജന്റെ അടുത്തെത്തിക്കും. അതിലെന്താ തെറ്റുള്ളത്? എന്തായാലും കസേര കിട്ടാൻ പോകുന്നത് എനിക്കല്ലേ. 3 പശുവിന്റെ അടുത്ത് കുറുക്കൻ ചെന്ന് പറയും, അതെ പശു സഹോദരിമാരെ, ഇന്ന് നിങ്ങൾക്ക് ഭാഗ്യമുള്ള ദിവസാ. അറിയോ, നിങ്ങളെ 3 പേരെ ഇന്ന് സിംഹരാജൻ വിളിച്ചിരിക്കുകയാണ്. സിംഹരാജാവ് ഞങ്ങളെ വിളിച്ചെന്നോ? എന്തിനാ? കാരണം നിങ്ങളിൽ ഒരാളെ അദ്ദേഹം മന്ത്രിയാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്ത്? നീ സത്യമാണോ പറയുന്നത്? അമ്മയാണ് സത്യം. ഞാൻ എന്തിനു നിങ്ങളോട് കള്ളം പറയണം? കുറുക്കൻ പറഞ്ഞത് കേട്ട് 3 പേരും വിശ്വസിച്ചു. അല്ല, രാജാവിനെ കാണാൻ ഞങ്ങൾ എപ്പോഴാ വരേണ്ടത്? 3 പേരും വെവ്വേറെ സമയങ്ങളിൽ പോയാ മതി. ആദ്യത്തെ ആള് രാവിലെ, രണ്ടാമത്തെ ആള് ഉച്ചയ്ക്ക്, പിന്നെ 3-ാമത്തെ ആള് വൈകുന്നേരം പോയാ മതി. 3 പേരും ആക്രാന്തം മൂത്ത് മന്ത്രിസ്ഥാനം കിട്ടാനായി ഓരോ സമയത്തിലും സിംഹരാജാവിന്റെ അടുത്തേക്ക് പോകും. സിംഹരാജാവ് ഓരോ സമയമാവുമ്പോൾ അതിനെ ഭക്ഷിക്കുകയും ചെയ്യും. അങ്ങനെ കുറുക്കൻ ഓരോ ദിവസവും ഓരോ മൃഗങ്ങളെയും പൊട്ടന്മാരാക്കിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോകും. സിംഹരാജാവ് എന്നത്തെ പോലെ അത് ഭക്ഷിക്കുകയും ചെയ്യും. അങ്ങനെ ദിവസങ്ങൾ നീണ്ടുപോയി.
ഒരു ദിവസം 3 ആട് ഇലകൾ തിന്നുകയായിരുന്നു. ഇന്നെന്തായാലും ഈ 3 ആടുകളെ ടാർഗറ്റ് ചെയ്തേക്കാം. 3 ആടുകളുടെ അടുത്ത് ചെന്ന് കുറുക്കൻ പറയും, നിങ്ങളാ 3 ആടുകളല്ലേ? സിംഹരാജൻ എല്ലാ ദിവസവും സ്തുതിക്കുന്നത് നിങ്ങളെയല്ലേ? എന്ത്? ഞങ്ങളെ 3 പേരെയും കുറിച്ച് സ്തുതിച്ച് പറയുന്നോ? സ്തുതിക്കുന്നത് മാത്രമല്ല, പിന്നെ നിങ്ങളിൽ ഒരാളെ മന്ത്രിയാക്കാനും അദ്ദേഹം ആലോചിക്കുന്നുണ്ട്. നീ പറയുന്നത് സത്യമാണോ? അമ്മയാണ് സത്യം. ഞാൻ എന്തിനു നിങ്ങളോട് കള്ളം പറയണം? അതല്ല, സിംഹരാജാവിനെ കാണാൻ എപ്പോഴാ പോകേണ്ടത്? 3 പേരും വെവ്വേറെ സമയങ്ങളിൽ പോയാൽ മതി. ഒരാള് രാവിലെ, രണ്ടാമത്തെ ആള് ഉച്ചയ്ക്ക്, മൂന്നാമത്തെ ആള് വൈകുന്നേരം പോയാൽ മതി. ശരി, അപ്പൊ നാളെ രാവിലെ ആദ്യം ഞാൻ പോവാം. ഉച്ചയ്ക്ക് ഞാൻ പോയിക്കോളാം കേട്ടാ. വൈകിട്ടാകുമ്പോ ഞാൻ പോയിക്കോളാം. 3 വളരെ സന്തോഷത്തിലാണ്. പക്ഷേ ഒന്നിനും അറിയില്ല, ഇന്ന് 3ന്റെയും കാര്യത്തിൽ തീരുമാനമാവുന്നു. കുറുക്കന് സന്തോഷമായി. എന്നിട്ട് അവിടെ നിന്ന് പോകും. എന്റെ റാണി, ഈ കുറുക്കൻ നമ്മളെ പൊട്ടിമാരായിട്ടാണോ കാണുന്നത്? അവൻ വിചാരിച്ചേക്കണ നമ്മൾ അവന്റെ വലയിൽ വീണെന്ന്. പക്ഷെ അവനറിയില്ലല്ലോ നമ്മൾ അവനേക്കാളും കൂർമ്മ ബുദ്ധിയുള്ളവരാന്ന്. മഹാരാജൻ, ഇന്ന് അങ്ങേക്കായി ഒരു സന്തോഷ വാർത്തയുണ്ട്. സന്തോഷ വാർത്തയോ? പെട്ടെന്ന് പറ. മഹാരാജൻ, ഇതുവരെ അങ്ങേക്ക് കനത്ത മാംസമാണ് തന്നിട്ടുള്ളത്. പക്ഷേ ഇന്ന് അങ്ങേക്ക് ഞാൻ വ്യത്യസ്തമായ മാംസമാണ് തരാൻ പോകുന്നത്. വ്യത്യസ്ത മാംസമോ? അതെ, ഇന്ന് ഞാൻ അങ്ങേക്കായി ആടിനെയാണ് തരാൻ പോകുന്നത്. കൊള്ളാം. ആടിനെ തിന്നു കഴിഞ്ഞാൽ എൻ്റെ അസുഖം പെട്ടെന്ന് മാറും. എല്ലാം ശരിയായി കഴിഞ്ഞാൽ എന്നെ മന്ത്രിയാക്കുന്ന കാര്യം മറക്കരുത് കേട്ടോ. പിന്നെ തീർച്ചയായും. അടുത്ത ദിവസം രാവിലെ റാണി സിംഹരാജാവിന്റെ അടുത്തേക്ക് വരും. മഹാരാജാവ് നീലാൽ വാഴട്ടെ. മഹാരാജാവേ, കുറുക്കൻ പറഞ്ഞത് എന്നെ മന്ത്രിയാക്കുമെന്നാണല്ലോ. അതെ, എൻ്റെ അടുത്തേക്ക് വരൂ. ഞാൻ നിന്നെ ആലിംഗനത്തോടെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. നല്ല ബുദ്ധിയുള്ള ആട്. അപ്പൊ ബുദ്ധിയോടെ പറയും, മഹാരാജാവേ, കുറുക്കൻ കള്ളം പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായി. എന്നെ ഇവിടെ മന്ത്രിയാക്കാനൊന്നും അല്ല വിട്ടത്. എന്നെ നിങ്ങൾക്ക് ഭക്ഷിക്കാനല്ലേ വിട്ടത്. ആട് പറഞ്ഞത് കേട്ട് സിംഹരാജാവ് ഞെട്ടിപ്പോയി. മഹാരാജാവേ, അങ്ങേക്ക് എന്നെ കൊല്ലണമെന്നുണ്ടെങ്കിൽ കൊന്നോളൂ. പക്ഷെ എന്നെ കൊന്നാൽ നിങ്ങളുടെ ജീവന് അപകടമായിരിക്കും. എന്റെ ജീവൻ അപകടത്തിലാവുന്നു? അതെങ്ങനെ? അതെന്താന്ന് വെച്ചാ എനിക്ക് വലിയൊരു രോഗം പിടിവിട്ടു. ഇനി നിങ്ങൾ എന്നെ ഭക്ഷിക്കുകയാണെങ്കിൽ ആ അസുഖം നിങ്ങൾക്കും കൂടെ പകരും. റാണിയാട് പറഞ്ഞത് കേട്ട് സിംഹരാജാവ് പേടിച്ചു പോകും. എനിക്ക് അസുഖം വരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നീ വേഗം പോകൂ ആടെ. ആട് പോകുന്നതിന് മുൻപ് സിംഹരാജാവിന്റെ അടുത്തൊരു കാര്യം പറഞ്ഞിട്ട് പോകും. രാജാവേ, നിങ്ങളുടെ ഈ അസുഖത്തിന്റെ പോം വഴി എന്റേലുണ്ട്. പക്ഷെ അതിനുള്ള പോം വഴി ഞാൻ നിങ്ങളുടെ അടുത്ത് നാളെ പറയാം. ഇത്രയും പറഞ്ഞുകൊണ്ട് റാണി ആട് അവിടെ നിന്ന് തിരിച്ചു പോകും. ഉച്ച സമയത്ത് പ്യാരി ആട് അവന്റെ അടുത്തേക്ക് എത്തും. മഹാരാജാവ് നീനാ വാഴട്ടെ. പറയൂ രാജാവേ, എന്ത് സേവയാണ് ഞാൻ ചെയ്യേണ്ടത്? അല്ല, നിനക്കും അറിയുമോ ഞാൻ നിന്നെ എന്തിനാ ഇങ്ങോട്ടേക്ക് വിളിച്ചതെന്ന്? അതെ മഹാരാജാവേ, എന്നെ കൊന്നിട്ട് ഭക്ഷിക്കാനല്ലേ പോകുന്നത്. പിന്നെ നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? അതെ, കാരണം എന്നെ കൊല്ലാൻ നിങ്ങൾക്ക് പറ്റില്ല. ഞാൻ നിന്നെ കൊല്ലില്ലെന്നോ? എന്തുകൊണ്ട്? അതെന്റെ ജാതകത്തിൽ എഴുതിയതാ. ആരാണോ എന്നെ കൊല്ലുന്നത്, എന്റെ ജാതക പ്രകാരം ആയാള് തന്നെ മരിച്ചു പോകും. ഇത് കേട്ടതോടെ സിംഹരാജാവ് ഒന്നുകൂടെ പേടിച്ചു. എന്ത്, നീ ശപിക്കപ്പെട്ട ആടാണെന്നോ? അതെ. ഞാൻ നിന്നെ കൊല്ലില്ല. നിനക്ക് ഇവിടെ നിന്ന് പോവാം. നന്ദിയുണ്ട് രാജാവേ. ഇത്രയും പറഞ്ഞുകൊണ്ട് പ്യാരി ആട് അവിടെ നിന്ന് പോകാൻ നോക്കും. പോകുന്ന വഴി തന്നെ പ്യാരി ആടും അത് തന്നെ പറയും. മഹാരാജാവേ, നിങ്ങളുടെ അസുഖത്തിനുള്ള പോകും വഴി എന്റെ കയ്യിലുണ്ട്. പക്ഷെ ആ പോകും വഴി ഞാൻ നിങ്ങളോട് നാളെ പറയാം. രണ്ടാടും ഇത് തന്നെയാണല്ലോ പോകുമ്പോ പറഞ്ഞെന്ന് ആലോചിച്ച് ചിന്തയിലായി രാജാവ്. രണ്ടാടുകളും പോകുന്ന വഴിക്ക് ഒരേ കാര്യം തന്നെ പറയുന്നു. എന്താണ് ഇതിന്റെ അർത്ഥം? രാത്രി സമയമാകുമ്പോ ദുലാരി ആടും സിംഹരാജാവിന്റെ അടുത്ത് വന്ന് പറയും, മഹാരാജാവേ, എന്നെ പെട്ടെന്ന് തന്നെ തിന്നുവോ? തിന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോടി പുണ്യം കിട്ടും. ആട് പെട്ടെന്ന് തിന്നോളാൻ പറഞ്ഞപ്പോ സിംഹരാജാവ് ആ കാര്യം ആലോചിച്ചൊന്ന് ചിന്തയിലായി. സാധാരണ ആളുകൾ ജീവന് വേണ്ടി യാചിക്കുന്നു, എന്നാൽ ഈ ആട് മരിക്കാൻ വേണ്ടിയാണല്ലോ ആഗ്രഹിക്കുന്നത്. എന്താണ് ഇതിന്റെ അർത്ഥം? മഹാരാജാവേ, എന്നോട് ഇത്തിരി അലിവ് കാണിക്കണേ. പെട്ടെന്ന് എന്നെ അങ്ങ് തിന്നു കളയാമോ? പെട്ടെന്ന് എന്നെ കൊന്നു തിന്നാമോ ഒന്ന്? അല്ല ആടെ, നീ മരിക്കാനായി ധൃതി പിടിക്കുന്നത് എന്താണ്? അതിന്റെ അർത്ഥം എന്താണ്? മഹാരാജാവേ, എന്നോടൊരു യോഗി പറഞ്ഞിരുന്നു, ഈ ജന്മത്തിൽ ആരാണോ എന്നെ കൊല്ലുന്നത്, അടുത്ത ജന്മത്തിൽ കൊന്ന ആളുടെ അവതാരമെടുത്ത് ഞാൻ വരുമെന്ന്. അതിനർത്ഥം അടുത്ത ജന്മത്തിൽ നീ സിംഹമാവുമെന്നാണോ? അതെ, അതുപോലെ എന്നെ കൊല്ലുന്ന ആള് എന്റെ രൂപം ധരിക്കുമെന്ന്.
ഞാൻ ആടാവുമെന്നല്ല അതിന്റെ അർത്ഥം. അതെ മഹാരാജാവേ. എങ്കിൽ ഞാൻ നിന്നെ ഒരിക്കലും കൊല്ലില്ല. കാരണം അടുത്ത ജന്മത്തിൽ ഞാൻ ആടാകാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാ പിന്നെ ഞാനങ്ങ് പോകട്ടെ. അതെ, പൊക്കോ. ഇപ്രാവശ്യവും ദുലാരി ആട് പോകുന്ന വഴി അതേ കാര്യം തന്നെ പറഞ്ഞിട്ട് പോകും. മഹാരാജാവേ, നിങ്ങളുടെ അസുഖത്തിനുള്ള പോകും വഴി എന്റെ കയ്യിലുണ്ട്. ആ പോകും വഴി ഞാൻ നിങ്ങൾക്ക് നാളെ പറഞ്ഞു തരാം. ഈ ആടും പോകുന്ന വഴിക്ക് ഒരേ കാര്യം തന്നെ പറയുന്നുണ്ട്. ഇതിന്റെയൊക്കെ അർത്ഥം എന്താണ്? അടുത്ത ദിവസം രാവിലെ സിംഹരാജാവ് ആ 3 ആടിനെ കാത്തു നിൽക്കുകയാണ്. അപ്പോ 3 ആടും അവിടെ വരും. ഞാൻ നിങ്ങളെ തന്നെ കാത്തിരിക്കുകയായിരുന്നു. പറയൂ ആടുകളെ, ആരുടെ മരുന്നാണ് എന്റെ അസുഖം മാറ്റാൻ പോകുന്നത്? മഹാരാജാവേ, നിങ്ങളുടെ അസുഖം മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറുക്കന്റെ മാംസം തിന്നണം, ആടിന്റെ അല്ല. അതേ മഹാരാജാവേ, കുറുക്കന്റെ മാംസം തിന്നാൽ നിങ്ങൾ പഴയതുപടി ആരോഗ്യമുള്ളവനാവും. അതല്ല, കുറുക്കന്റെ മാംസം നിങ്ങൾ തിന്നുന്നില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ദൈവത്തിന്റെ അടുത്തോട്ട് പോകാൻ പറ്റും. ഇല്ല, ഞാൻ മരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഇന്ന് തന്നെ കുറുക്കന്റെ മാംസം ഭക്ഷിക്കുന്നതാണ്. ആ, അങ്ങനെയാണെങ്കിൽ രാജാവേ, ഞങ്ങൾ പോട്ടെ. 3 ആടുകളും സിംഹരാജാവിന്റെ വേട്ടയാവുന്നതിൽ നിന്നും രക്ഷപ്പെട്ട് അവിടെ നിന്ന് പോകും. എന്നാൽ കുറുക്കനെ അവിടെ ബലി കൊടുക്കുകയും ചെയ്തു. കുറച്ചു ദിവസം കഴിഞ്ഞ് സിംഹരാജാവിന് ആരോഗ്യം വീണ്ടും കിട്ടിയപ്പോ ഈ 3 ആടുകളെ മന്ത്രിയാക്കുകയും ചെയ്തു. നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.